നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി മാറിയിരിക്കുകയാണ് വിദേശ സംഭാവന നിയന്ത്രണ നിയമം. FCRA 2026-നെതിരെയുള്ള പ്രക്ഷോഭം രാജ്യത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ വിദേശ ഫണ്ടിംഗ് മേൽ കൂടുതൽ സുതാര്യതയും കടുത്ത നിരീക്ഷണവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് വിദേശ സംഭാവന നിയമത്തിൽ പുതിയ ഭേദഗതികൾ നടപ്പാക്കുന്നതെന്നാണ് മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട FCRA ബിൽ വ്യാപക എതിർപ്പിന് ഇടയാക്കിയിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ചട്ടഭേദഗതികൾ വ്യാപകമായ ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. വിദേശ ഫണ്ടുകളുടെ സുതാര്യമായിരിക്കുന്ന വിനിയോഗം ഉറപ്പാക്കുക എന്ന പേരിൽ കൊണ്ടുവരുന്ന വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ സന്നദ്ധ സംഘടനകളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിലാക്കാനുള്ള RSSന്റെ രഹസ്യ അജണ്ടയാണ്. പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് സംഘടനകൾക്ക് ഇനി പൊതുവായ സാമൂഹ്യ ലക്ഷ്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശ സംഭാവന സ്വീകരിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ വിദേശ സഹായത്തെ ആശ്രയിക്കാറുണ്ട്. ലഭിച്ച തുകയുടെ 75% വിനിയോഗിച്ചതായി സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത ഗഡു അനുവദിക്കൂ എന്നും വ്യവസ്ഥയിൽ പറയുന്നു. ഇത് ഗുരുതരമായിരിക്കുന്ന ആശങ്കയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ നയങ്ങളെ വിമർശിക്കുന്നതോ സാമൂഹിക പരിസ്ഥിതി വിഷയങ്ങളിൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോ ആയ സംഘടനകൾക്ക് ഇത് ഭീഷണിയാകും. വിദേശ ഫണ്ട് മതപരിവർത്തനത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയും വലിയ വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മതപരിവർത്തനം എന്നത് എങ്ങനെ നിർവചിക്കപ്പെടും, ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് അതിന്റെ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. ബിൽ വർഷകാല സമ്മേളനത്തിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. നിലവിലുള്ള ചട്ടങ്ങളിൽ കടുത്ത വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. രജിസ്ട്രേഷൻ നൽകാനും പുതുക്കുവാനും റദ്ദാക്കാനും ലൈസൻസിംഗ് അതോറിറ്റിക്ക് അസാധാരണമായ അധികാരങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളായിരുന്നു മാർച്ചിൽ അവതരിപ്പിച്ച ബില്ലിൽ ഉണ്ടായിരിക്കുന്നത്. മതപരിവർത്തനം മാത്രമല്ല, രാഷ്ട്രീയ ആവിഷ്കാരങ്ങൾ, മാധ്യമ പ്രവർത്തനം, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ കൂടി കർശന നിയന്ത്രണമാകും. നടപടികളും FCRA ചട്ട ഭേദഗതിയിലുണ്ട്. പുതിയ ഗസറ്റ് വിജ്ഞാപനത്തിലെ നിയന്ത്രണങ്ങളിൽ ചിലത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി സംസ്ഥാനത്ത് മദ്യം ഉപയോഗം കുറച്ചു കൊണ്ടുവരണം എന്നതാണ് UDF സർക്കാരിന്റെ മദ്യനയം എന്ന് എക്സൈസ് വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മന്ത്രി M. ലിജു പറയുന്നു. മദ്യനയത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ സഭാ സമ്മേളനത്തിന് ശേഷം എക്സൈസ് വകുപ്പ് ആരംഭിക്കും. എല്ലാ മേഖലകളിൽപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്യും ശേഷമായിരിക്കും മദ്യനയം സ്വരൂപിക്കുക. പ്രോഗ്രസീവായ ഒരു നയം ആയിരിക്കും വരിക. അതിനുശേഷം മാത്രമേ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കൂ എന്ന് ലിജു പറയുമ്പോൾ, എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻ നികുതി ഇളവ് നൽകിയ നടപടി നിലനിൽക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റിലെ മറുപടി പ്രസംഗത്തിൽ പറയുന്നു. സതീശന്റെ ഈ കേരളീയ സമൂഹത്തെ മാത്രമല്ല, വകുപ്പ് മന്ത്രിയെയും കോൺഗ്രസിനെയും ഘടകകക്ഷികളുടെയും നേതാക്കളെയും തെരഞ്ഞെടുപ്പിൽ സഹായിച്ച സാമുദായിക സംഘടനകളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. അവരെക്കാൾ വലുതാണ് മുഖ്യമന്ത്രിക്ക് കർണാടകയിലുള്ള മദ്യക്കമ്പനിയുമായുള്ള ബാന്ധവം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് ഖജനാവ് കൊള്ളയടിക്കലാണെന്നും വൻ അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവായിരിക്കെ നാഴികയ്ക്ക് 40 വട്ടവും പറഞ്ഞ ആളാണ് VD സതീശൻ. ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് അന്ന് പറഞ്ഞതെല്ലാം അദ്ദേഹം മറക്കുകയാണ്. ബക്കാഡി എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇതേ നികുതി ഇളവ് അപേക്ഷ LDF സർക്കാർ 1.5 വർഷത്തിലേറെ മാറ്റിവെച്ച് മടക്കിയിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റ പിറ്റേ ദിവസം തന്നെ ഫയലിൽ ജീവൻ വെച്ചു. തീരുമാനമെടുത്തതാകട്ടെ റെക്കോർഡ് വേഗത്തിലും. എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിയാത്ത ബജറ്റ് പ്രസംഗത്തിനുള്ള മാത്രം വെളിപ്പെട്ട ഈ നികുതി ഇളവ് മദ്യലോബികൾക്ക് കോടികളുടെ ലാഭം കൊയ്യാനുള്ള വഴി ഒരുക്കലാണ്. 251% നികുതിയിലുണ്ടായിരുന്ന സംസ്ഥാനത്ത് 120% വരെ ഇളവ് നൽകുന്നത് ഖജനാവിന് വരുത്തുന്ന നഷ്ടം ചില്ലറയല്ല. കർഷകരെ സഹായിക്കാനായി LDF സർക്കാർ കൊണ്ടുവന്ന നയത്തിന്റെ മറ പിടിച്ച് യഥാർത്ഥത്തിൽ വൻകിട മദ്യ കമ്പനികളെ സഹായിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. മദ്യവിരുദ്ധത പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് അവരുടെ അണികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണിത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ചെലവാക്കിയ പണത്തിന്റെ ഉറവിടവും മദ്യലോബിയുമായുള്ള ബാന്ധവും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ജനയുഗം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.